ഒരു അടിപൊളി കറക്റ്റ് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് 1.4 ഡീസൽ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,56,000 കിലോമീറ്ററാണ്. A to Z ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന എക്സ്റ്റീരിയർ ഭാഗങ്ങളാണ്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുമ്പോൾ അടിപൊളി സീറ്റ് വൈസ് ചെയ്തിട്ടുണ്ട്. നല്ല കിഡിലെ 4 അലോയ്സ് ചെയ്തിട്ടുണ്ട്. 1.4 ബേസ് മോഡലാണ് വരുന്നത്. ബേസ് മോഡലാണെങ്കിലും അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. അല്ല ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ടോ, ഒരു 12 ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 1.4 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 1.4 ആയതുകൊണ്ട് ഒരു 20-22 കിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആൻഡ്രോകോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെ കേട്ടോ. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ബാക്ക് സൈഡ് ഡിക്കി സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല വരുന്നുണ്ട്. അതുപോലെ ഡീസൽ എഞ്ചിനായതുകൊണ്ട് ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. 1.4 ആണ് വരുന്നത്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 4 കടുപ്പുത്തൻ ടയർ ഭാഗങ്ങൾ തന്നെ വരുന്നത്. നല്ല അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ക കണ്ടീഷനാണ് സീറ്റ് വൈസൊക്കെ. അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് സീറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. ഓൾമോസ്റ്റ് ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. ഒന്ന് പോളിഷ് ചെയ്യുക എന്നല്ലാതെ വേറൊരു വർക്കും ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഒരു ചെറിയൊരു മൈന്യൂട്ട് കേസും ഈ വാഹനത്തിന് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഒരു പ്രാവശ്യം 2022 ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി തന്നെ അല്ലേ. ചെറിയ സ്ക്രാച്ചിനാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളതല്ലേ, കമ്പനി തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോണറ്റോ ഫ്രണ്ട് ഭാഗത്തോ ഏതൊരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പോലും ഇതുമ്പോൾ കാണിക്കാൻ കഴിയില്ല. അത് നമുക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ നമ്മളെല്ലാ വാഹനത്തിനും കൊടുക്കണ വരി ഈ വാഹനം നിങ്ങൾ ചെക്കിംഗ് വാറണ്ടി തരുന്നതാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്നുണ്ടെങ്കിലും റിട്ടേൺ ചെയ്യാനൊരു ഓപ്ഷനും ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കൊടുക്കുന്ന വാഹനമാണ്. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടാകാൻ കഴിയും. ഒരു 1 lakh ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഫിനാൻസ് ചെയ്തുകൊണ്ട് ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടാകാൻ കഴിയും. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 7,40,000 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.